ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്ക് സെപ്പറേറ്റ് ചെയിനാണ്. അപ്പോൾ ഇതിൽ ഇനി ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹാഷിംഗ് എഫിഷ്യൻസിയാണ്. ഹാഷിംഗ് എഫിഷ്യൻസി റെഫേഴ്സ് ഹൗ ഫാസ്റ്റ്, അതായത് നമ്മൾ ഈ ഇതിലില്ലേ ഹാഷിങ്ങിലില്ലേ നമ്മളെ ഇൻസേഷന് ഡിലീഷന് ഇതൊക്കെ എത്രത്തോളം ഫാസ്റ്റായിട്ട് നടക്കുന്നോ, ഹാഷ് ടാപ്പിളിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഫാസ്റ്റായിട്ട് നടക്കുന്നോ അതാണ് ഹാഷിങ്ങിൻ്റെ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മെയിനായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 4 കാര്യങ്ങളിലാണ്. ഒന്ന് ലോഡ് ഫാക്ടർ, കൊളീഷൻ റിസോൾവിങ് ടെക്നിക്സ്, ക്വാളിറ്റി, ഹാഷ് ഫങ്ഷൻസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ഇതിൽ ലോഡ് ഫാക്ടർ എന്താണെന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോഡ് ഫാക്ടർ ആൽഫ അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻസേർട്ടഡ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദി ഹാഷ് ടേബിൾ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ലോഡ് ഫാക്ടർ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒന്ന്. പിന്നൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷൻ റിസോൾവിങ് ടെക്നിക്സ് ആണ്. അതിൽ നമ്മൾ ചെയിനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്ത് വരുന്നത്, അതായത് സെയിം ഇൻഡെക്സിലോട്ട് ഒന്നിലധികം എലമെൻറ്റ്സ് വരികയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലിങ്ക് ചെയ്തിട്ട് കൊടുക്കും. അതാണ് നമ്മൾ ചെയിനിങ്. അതൊരു കൊളീഷൻ റിസോൾവിങ് ടെക്നിക്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ അഡ്രസ്സിങ്, അതേപോലെ തന്നെ കൊളീഷൻ റിസോൾവിങ് ടെക്നിക്കിൽ നമ്മൾ പഠിച്ചിരുന്നു ഓപ്പൺ അഡ്രസ്സിങ്, ലീനിയർ പ്രോബിങ്, കോൺട്രാക്റ്റിക് പ്രോബിങ്, ഡബിൾ ഹാഷിങ്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന മോഡ് ചെയ്തിട്ട് കിട്ടുന്ന എലമെൻറ്റിനോട് കൂടി എന്തുണ്ടാവും, നമ്മൾ ഒരു പൊസിഷൻ 1 എന്നുള്ളത് ആഡ് ചെയ്യുന്നു, അതിലും ആണെച്ചെങ്കിൽ 2 ആഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ചെയ്തിരുന്നു. പിന്നെ ഡബിളിങ്, ഒരു ഹാഷിങ് കഴിഞ്ഞ ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് വേറൊരു ഹാഷിങ് കൂടി ചെയ്തിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കൊളീഷൻ റിസോൾവിങ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഓപ്പൺ അഡ്രസ്സിങ് എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഹാഷ് ഫംഗ്ഷൻ്റെ ക്വാളിറ്റി. എ ഗുഡ് ഹാഷ് ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂട്ട് കീ യൂണിഫോംലി അക്രോസ് ദ ഹാഷ് ടേബിൾ, മിനിമൈസ് കൊളീഷൻ. അങ്ങനെ ഒരു ഗുഡ് ഹാഷ് ഫംഗ്ഷൻ ആണെച്ചെങ്കിൽ എന്തുണ്ടാവും, മിനിമം കൊളീഷനായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എഫിഷ്യൻസി കൂട്ടുന്നുള്ളതാണ്, ഹാഷ് ഫംഗ്ഷൻ്റെ ക്വാളിറ്റി കൂട്ടുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഗുഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂ കൊളീഷൻ, കുറഞ്ഞ കൊളീഷനായിരിക്കും. അതേപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അതാണ് ഹാഷ് ഫംഗ്ഷൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ ആവറേജ് ടൈം കോംപ്ലക്സിറ്റിയാണ്. ബിഗ് O 1 ആണ് ഇൻസേർഷനും സെർച്ചിങ്ങും ഡിലീറ്റൊക്കെ വരിക. പിന്നെ വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിനിങ്ങിൻ്റെ കേസിലൊക്കെയാണ് നമുക്ക് എന്ത് വരിക, വേസ്റ്റ് കേസ് വരിക. ഓക്കെ, അപ്പോൾ ബിഗ് O N ആയിരിക്കും എന്ത് ചെയ്യുക, വേസ്റ്റ് കേസിൽ ഇത് വരിക. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ മൊഡ്യൂളിൽ നമുക്കുള്ളത്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഹാഷിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ച് നമുക്ക് എഴുതാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഹാഷിംഗ് എഫിഷ്യൻസിയിൽ ഏതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ലോഡ് ഫാക്ടർ, അപ്പോൾ നമ്മൾ ലോഡ് ഫാക്ടർ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ എഴുതുക. കൊളീഷൻ റിസോൾവിങ് ടെക്നിക്ക് എന്ത് ചെയ്യുക. അപ്പോൾ ഇതിൽ കൂടുതൽ മാർക്കിനൊക്കെ ഇത് ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെയിനിങ്ങും ഓപ്പൺ അഡ്രസ്സിങ്ങും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൂടുതലായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, നമുക്കറിയുന്ന ഭാഗമാണല്ലോ, അത് മുകളിലേക്ക് കയറ്റി എഴുതിക്കൊണ്ട് കൊളീഷൻ റിസോൾവിങ് ടെക്നിക്ക് ആദ്യം എഴുതുക, പിന്നെ ലോഡ് ഫാക്ടർ, പിന്നെ ഹാഷ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ലോഡ് ഫാക്ടർ താഴോട്ടോ, അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ എഴുതുക. അപ്പോൾ ഈ ലീനിയർ പ്രോബിങ്ങും കോൺട്രാക്റ്റ് പ്രോബിങ്ങിനൊക്കെ കുറച്ച് കൂട്ടിയിട്ടൊക്കെ എഴുതുക. അങ്ങനെ നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ടോപ്പിക്കേ ഉള്ളൂ. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ മൊഡ്യൂൾ തീർന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ.